യേശുവിൽ സ്നേഹമുള്ള വചനയാത്രാ ശ്രോതാക്കളെ, രോഗികൾക്ക് സൗഖ്യവും പിശാചുക്കൾക്ക് പുറത്താക്കുകയും ചെയ്യുന്ന അത്ഭുത പ്രവർത്തകനായിട്ടാണ് എല്ലാവരും യേശുവിനെ കണ്ടിരുന്നത്. ദൈവം മനുഷ്യരെ സന്ദർശിക്കാൻ വന്നിരിക്കുന്നു എന്നതാണ് പലരും യേശുവിനെക്കുറിച്ച് പറയുന്ന കാര്യം. അതിനാൽ പലപ്പോഴും യേശുവിന് സ്വസ്ഥമായി പുറത്തിറങ്ങി നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നത്തെ വചനഭാഗവും ഇതിനോട് സദൃശ്യമാണ്. യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളും രോഗശാന്തിയുമെല്ലാം ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധമായതിനാൽ എവിടെ പോയാലും ജനങ്ങൾ യേശുവിനെ തിരിച്ചറിയുകയും അവർ രോഗികളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും അവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക സാധാരണമായിരുന്നു. ഇന്ന് യേശുവും ശിഷ്യന്മാരും കടൽ കടന്ന് ഗനേസരത്തിൽ എത്തിയപ്പോൾ സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. യേശുവിനെ തിരിച്ചറിഞ്ഞ അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്ന് അവൻ്റെ മുമ്പിലും അവൻ കടന്നു പോകുന്ന വഴികളിലും അവരെ കിടത്തിയിരുന്നു. അവൻ അവരെ സൗമ്യതയോടെ നോക്കുകയും അവരെയെല്ലാം സുഖപ്പെടുത്തുകയും ചെയ്തു. ഈ വചനഭാഗത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. ഒന്ന്, യേശുവിൽ ദൈവിക ശക്തി വസിക്കുന്നു എന്ന് ജനങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ കൂടെ വസിക്കുന്നവൻ ഒരു സാധാരണ പ്രവാചകൻ മാത്രമല്ല എന്നും അവനിൽ നിന്ന് ദൈവിക ശക്തി പുറപ്പെടുമെന്നും തിരിച്ചറിഞ്ഞ് വിശ്വാസം ജനത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവരെ കൂടി യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത്. തങ്ങളുടെ നേതാക്കന്മാരെ പോലെ അല്ല യേശുവെന്നും അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും അധികാരത്തോടു കൂടിയാണ് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ പ്രസക്തി തങ്ങളുടെ പ്രദേശത്ത് മാത്രമല്ല സമീപ പ്രദേശത്തു കൂടി പ്രചരിക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. ഇവിടെയും നാം ഇത് തന്നെയാണ് കാണുന്നത്. ജനങ്ങൾ സമീപ പ്രദേശത്തുള്ള രോഗികളെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്ന് യേശുവിൻ്റെ സ്പർശനത്തിനായി വഴിയരികിൽ കിടക്കുകയാണ്. 2, യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നുകയും തൻ്റെ ദൈവികമായ ശക്തി അവർക്ക് വർഷിക്കുകയും ചെയ്യുകയാണ്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞ രക്തസ്രാവ സ്ത്രീയുടെ വിശ്വാസ തീഷ്ണതയാണ് നാം ഇവിടെയും കാണുന്നത്. ജനതയുടെ വിശ്വാസ തീഷ്ണതയ്ക്ക് മുമ്പേ അവിടുന്ന് പൂർണ്ണമായും വശംവദനാവുകയാണ്. ഒരു വ്യക്തിയുടെ വിശ്വാസത്തേക്കാൾ അധികമായി ഒരു ജനതയുടെ മുഴുവൻ വിശ്വാസവും നാം ഇവിടെ കാണുന്നുണ്ട്. അവൻ്റെ വസ്ത്രസ്പർശനമേറ്റാൽ രോഗികൾക്ക് തങ്ങളുടെ രോഗത്തിൽ നിന്ന് വ്യാധികളിൽ നിന്നും സൗഖ്യം ലഭിക്കും എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതിനാലാണ് ജനങ്ങൾ രോഗികളെ പൊതുസ്ഥലങ്ങളിലും നിരത്തുകളിലും കൊണ്ടുവന്ന് കിടത്തിയത്. അവരുടെ വിശ്വാസം യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചവരെയെല്ലാം സുഖപ്പെടുത്തുന്നതായിട്ടും നാം കാണുന്നു. 3-മതായി ഇന്നത്തെ വചനഭാഗത്ത് നാം കാണുന്നത് വിജാതിയർ സൗഖ്യം പ്രാപിക്കുന്നതാണ്. തൻ്റെ സ്വന്തം ജനമായ യഹൂദർക്ക് മാത്രമല്ല, അവരുടെ ശത്രുക്കളായി കണക്കാക്കിയിരുന്ന വിജാതിയരിലേക്കും യേശുവിൻ്റെ രക്ഷയും രോഗശാന്തിയും വർഷിക്കുകയാണ്. തങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്നും രക്ഷ തങ്ങൾക്ക് മാത്രമാണ് എന്ന് കരുതിയ യഹൂദൻ്റെ ചിന്താഗതികളെ മാറ്റിമറിച്ചുകൊണ്ടാണ് യേശു ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനാണെന്നും ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നും ഈ സംഭവത്തിലൂടെ തെളിയിക്കുന്നത്. ഗനേസരുടെ നാട്ടിലെ മുഴുവൻ ജനതകളെയും അവൻ സൗഖ്യപ്പെടുത്തുന്നതിലൂടെ യേശുവിന് മുഖംനോട്ടമില്ല എന്നും അവൻ്റെ മുമ്പിൽ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും യാതൊരു വ്യത്യാസവുമില്ല എന്നും തെളിയിക്കപ്പെടുകയാണ്. യേശുവിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസമാണ് അടിസ്ഥാനം എന്നുകൂടി അവിടുന്ന് വ്യക്തമാക്കുന്നു. ഇന്ന് മനുഷ്യർ പല തട്ടുകളായി വേർതിരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം ഏക പിതാവാണ് എന്നും അവൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന ചിന്തയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അതിർവരമ്പുകളിൽ തളച്ചിടാതെ
ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷയും രോഗശാന്തിയും എല്ലാവരിലേക്കും നമുക്ക് പകർന്നു കൊടുക്കാം. അപ്പോൾ യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ നമുക്കും സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.